കൂടുതൽ ഭാവിയെ പറ്റി നമുക്ക് കൂടുതൽ നിർവചിക്കാൻ പറ്റില്ലെങ്കിലും പൈനാപ്പിളിന് മാത്രം കൊടുക്കാതെ റബ്ബർ കൂടി എന്ന് പറഞ്ഞാൽ ഏതാണോ നമുക്ക് എന്നത് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ആൾക്കാർ റംബുട്ടാൻ പോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് നോക്കാതെ റബ്ബറിലേക്ക് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ വെൽക്കം നമ്മുടെ ചാനലിലേക്ക്. നമ്മളൊരു 6 മാസം മുമ്പാണ് ലാസ്റ്റ് കണ്ടതല്ലേ? അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എങ്ങനെയൊക്കെ നമ്മൾ തൈ നട്ടപ്പം എങ്ങനെയാണ് ഇതിന്റെ കാര്യം? തൈ നട്ടപ്പോൾ ലൈൻ അടിച്ച് കറക്റ്റ് ചെയ്തു. അതിന് മുൻപ് അണ്ണാര വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത സ്ഥലമായിരുന്നു. അവരൊരു 2-2.5 അടി ആഴ്ചയിലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 സെന്റിമീറ്റർ ആഴത്തിൽ മൊത്തത്തിൽ ടോട്ടലി മണ്ണ് ഇളക്കി. തൈ നിൽക്കുന്ന സെപ്പറേറ്റ് ഇളക്കി കഴിഞ്ഞ് നമ്മൾ പിന്നെയാണ് ലൈൻ കറക്റ്റ് ചെയ്തത്. ലൈൻ കറക്റ്റ് ചെയ്ത് തൈ വയ്ക്കുന്ന സമയത്ത് അണ്ണാര വച്ചതിന് ശേഷമാണ് തൈ വയ്ക്കുന്നത്. അപ്പോൾ തൈ വയ്ക്കുന്ന സമയത്ത് ലൈനൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് കുഴി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ആട്ടിൻകാഷ്ടം ചേർത്തിട്ടുണ്ട്, മണ്ണിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് തൈ വയ്ക്കുന്നത്. തൈ വയ്ക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ വേരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മസൂറി ഫോസ്ഫറസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിന്നു. പിന്നെ ഫസ്റ്റ് തൊട്ട് നമ്മൾ എല്ലായ്പ്പോഴും തൈയിനോട് ശ്രദ്ധയിലാണ് നമ്മൾ പോകുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്നു വന്നു. പിന്നെ നമുക്ക് കുറച്ച് കാലാവസ്ഥയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ വിഷയങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പം നമുക്ക് ഇതുവരെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ തോട്ടം കാണുമ്പോൾ തന്നെ അറിയാം ഇക്ക ഒരു കർഷകൻ എന്ന് തന്നെ പറയാം. കാരണം എല്ലാം ശരിക്കും ഞാൻ ആരെന്നെ ഞാൻ ഇൻട്രസ്റ്റ് ചെയ്തത് ഞാൻ കർഷകനാന്നുള്ളതിൽ തന്നെയാണ്. ഞാൻ ഏത് മേഖല ചെന്നാലും പല തോട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ക്ലിയർ ആയിട്ടും ചെയ്തേക്കുന്ന തോട്ടങ്ങൾ വളരെ അപൂർവം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു കർഷകൻ എന്ന് തന്നെ പറയാം. എങ്ങനെയായിക്കാ നമ്മൾ ഈ സാധാരണ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വരുന്നുണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ തൈക്ക് കൊടുക്കാതെ പൈനാപ്പിളിന് മാത്രം കൊടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഇക്കയുടെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കൂടുതൽ ഭാവിയെ പറ്റി നമുക്ക് കൂടുതൽ നിർവചിക്കാൻ പറ്റില്ലെങ്കിലും പൈനാപ്പിളിന് മാത്രം കൊടുക്കാതെ റബ്ബർ കൂടി എന്ന് പറഞ്ഞാൽ ഏതാണോ നമുക്ക് എന്നത് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ആൾക്കാർ റംബുട്ടാൻ പോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് നോക്കാതെ റബ്ബറിലേക്ക് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അതിന് മെയിനായിട്ടൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു മെയിൻ ഘടകം. പിന്നെ നമ്മളതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ റബ്ബർ ഏത് രീതിയിൽ പോയി എന്നിരിക്കട്ടെ, പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ തന്നെയും ഇനിയിപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യാൻ വരെ തൊഴിലാളികൾ കിട്ടുമോ എന്നുള്ളൊരു സംശയം വരെ ഈ കാലഘട്ടത്തുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ വളർന്നു വരുന്നു, നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റിയില്ല. ടാപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇത് ടാപ്പ് ചെയ്യാതിരുന്നാൽ ടാപ്പ് ചെയ്യുന്ന റബ്ബറേക്കാൾ കൂടുതൽ വളർച്ച റബ്ബറിന് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ കണക്കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 10-15 വർഷം കഴിയുമ്പോൾ തടി മുറിച്ച് കൊടുത്തു കഴിഞ്ഞാലും തടിയുടേതായ ഒരു ഇൻകം നമുക്ക് ന്യായമായിട്ട് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ റബ്ബറിന് വില ഏറി വന്നിരിക്കട്ടെ, നമ്മൾ റബ്ബർ വച്ചില്ല, അന്നേരം നമ്മൾ ചിന്തിക്കുകയാണെന്ന് റബ്ബർ വച്ചോളാമായിരുന്നു എന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് അന്ന് റബ്ബർ വയ്ക്കുമ്പോൾ ആ വളർച്ച നമുക്ക് കിട്ടത്തില്ല. അതേസമയം ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ റബ്ബർ തീരെ ഇതല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുവാണെന്നിരിക്കട്ടെ, 3 വർഷമാണ് അന്നാരയുടെ കാലാവധി. അത് അവർ ഏകദേശം ഇറങ്ങി പോകുമ്പോഴത്തേക്കും 4 വർഷം നമ്മുടെ കാലാവധി കടന്നു പോകും. ഈ കടന്നു പോകുന്ന കാലഘട്ടം ആകുമ്പോഴേക്കും റബ്ബറിന് ന്യായമായ ഒരു വളർച്ച റബ്ബറിന് വന്നിട്ടുണ്ടാവും. ഈ അന്നാര ഇറങ്ങി പോയി കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മളൊരു അന്നാര കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് വന്നെങ്കിലും ഒരു വർഷത്തേക്ക് ഗ്യാപ്പ് വേണം. ഓൾറെഡി 5 വർഷം അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് റബ്ബർ പറ്റില്ല. ഈ മറ്റുള്ളവർ ചെയ്യുന്ന രീതിയിൽ അന്നാരയിലേക്കോ മറ്റുള്ളവർ കൃഷിയിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പോലും ഈ റബ്ബർ നമ്മൾ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അന്നാരയ്ക്ക് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ സപ്പോസ് റബ്ബർ വയ്ക്കാതെ നമ്മൾ അന്നാക്കിവിടെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പാട്ടം നമുക്ക് കൂടുതൽ കിട്ടിയെന്നിരിക്കും. എന്നിരുന്നാലും റബ്ബർ വയ്ക്കാതെ കന്നാരയ്ക്ക് തന്നെ കൊടുത്താലും ചെറിയൊരു പാട്ടം കൂടുതലുണ്ടാവും. ഇപ്പം നമുക്ക് ആ പാട്ടം കുറഞ്ഞു പോയാൽ പോലും നമ്മൾ ഈ റബ്ബർ മുറിച്ച് കൊടുത്തു കഴിയുമ്പോൾ ആ പാട്ടത്തേക്കാൾ കൂടുതൽ പൈസ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരു മേഖലയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ സോൾവ് ചെയ്യാം. അല്ല, ഇനിയിപ്പോൾ ഇതിന് റബ്ബറിന് വിലയോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് നമുക്ക് വലിയ തടിയായിട്ട് കണക്കൂട്ടി വിറ്റ് അതിന് പൈസ ഉണ്ടാകും. നമുക്ക് ഈ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ 3.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു റീപ്ലാന്റ് സമയമാകുമ്പോഴത്തേക്കും, അതായത് പൈനാപ്പിൾ റീപ്ലാന്റ്, ഈ 3.5 വർഷം സമയമാകുമ്പോൾ 1 ഏക്കർ സ്ഥലത്തെ തൈ കൊടുത്താൽ നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടുമായിരിക്കും? ഏകദേശം ഞാൻ കണക്കൂട്ടുന്നത് 3 വർഷമാകുമ്പോൾ എന്തായാലും നടക്കില്ല. ഒരു 5 വർഷങ്ങളാകുമ്പോഴത്തേക്കാണ് നമുക്കൊരു വിറക് രീതിയിൽ കൊടുക്കാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കണക്കൂട്ടുന്ന എന്തായാലും ഇപ്പോൾ നമ്മൾ തൈ വയ്ക്കാതെ ഒരു വർഷത്തേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ ആണ് പാട്ടം കിട്ടും. 10-15 കൂട്ടിക്കോ കിട്ടുന്നത്. അതിൻ്റെ മേളിൽ എന്തായാലും കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷ. കാരണം 10-15 എന്ന് പറയുമ്പോൾ ചിലർ തരുത്തിരിക്കും ഒരു വർഷത്തേക്ക് 15 രൂപയല്ല, പാട്ടം കിട്ടുന്നതിന് പ്ലസ്, അതായത് കന്നാര വെക്കാതെ
പാട്ടം കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ എന്തായാലും ഇത് മറികടക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതൊരു കൃഷിയായാലും ഏതൊരു മേഖലയായാലും ഒരു തളർച്ചയുണ്ടോ ഉയർച്ചയുണ്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് കൃഷി നിൽക്കുന്ന സമയത്ത് ഏകദേശം അന്ന്, അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഇതിനകത്ത് വന്ന് ഈ സ്ഥലം ഞാൻ എന്നെ പുതുതായിട്ട് വാങ്ങിച്ച് വന്ന് ചെയ്യുന്നൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ റബ്ബറിന് വളരെ വില താഴേക്ക് പോയി. അപ്പോൾ ഞാൻ ഈ സ്ഥലം വന്ന് ആ ഒരു ആകാംക്ഷയിൽ ഞാൻ അന്നും റബ്ബറിന് വില താഴേക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല, ശരിയായിട്ട് അത് ശ്രദ്ധിച്ച് ശുശ്രൂഷിച്ച് പോന്നു. അപ്പോൾ ഈ റോഡ് സൈഡൊക്കെ അതുകൊണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്താ സുഹൃത്തെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഈ മട്ടിന് പൈസ മുടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ചുമ്മാ തമാശയ്ക്ക് അവരിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് എന്നല്ല ചെറിയൊരു കാഴ്ചപ്പാട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് ഈ റബ്ബർ ഷീറ്റ് 200 രൂപ വിലയ്ക്ക് വിൽക്കും എന്ന് ഞാൻ അന്നേരം അവരോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സാധനം ടാപ്പ് ചെയ്ത് വലിയ താമസം കൂടാതെ എനിക്ക് 250 രൂപയ്ക്ക് ഈ തോട്ടത്തിൽ നിന്ന് ഈ പറമ്പിൽ ഞാൻ റബ്ബർ വിറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സമയത്തൊരു സാധനത്തിന് ഇച്ചിരി തളർച്ചയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ രീതിയിൽ എപ്പോഴും ആയിക്കോണമെന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു പരീക്ഷണം എല്ലാം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് തന്നെ കടക്കുന്നത്. എന്തായാലും കാൽക്കുലേഷൻ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ തോട്ടങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുപ്രദേശമുള്ള തോട്ടങ്ങളൊക്കെ ചെല്ലുമ്പം നിറച്ച് മരങ്ങളായിരിക്കും, ഇടയ്ക്കോടെ ആഞ്ഞിലി, പ്ലാവ്, അങ്ങനെ. നമ്മൾ ഈ തോട്ടത്തിൽ കയറിയപ്പോൾ ഇവിടെ വേറെ ഒരു മരവും നമ്മൾ കണ്ടില്ല. അത് വെട്ടിക്കളഞ്ഞതാണോ, അത് ഇല്ലാത്തതായിരുന്നോ? അല്ല, അതിനകത്ത് നിറയെ മരം ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഞാനത് കംപ്ലീറ്റ്, എനിക്ക് ഏതൊരു കൃഷി ചെയ്യുകയാണെങ്കിലും അവിടെ ചെയ്യുന്ന ഏരിയ കറക്റ്റായിട്ട് അത് മാത്രം ആകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിക്കാരനാണ്. അപ്പോൾ അത് കാരണത്താൽ ഞാനത് മൊത്തം മരം വെട്ടിക്കളഞ്ഞതാണ്. കാരണം നിറയെ ആഞ്ഞിലി, പ്ലാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. റബ്ബർ മുറിഞ്ഞതിന് ശേഷം ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ കംപ്ലീറ്റ് മുറിച്ചിറക്കിയതിന് ശേഷമാണ് ഇത് ചെയ്തത്. അപ്പോൾ മുറിച്ചിറക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലെവലിൽ നിൽക്കുന്ന ഒരു 10, 40, 50 അടിയൊക്കെ ഹൈറ്റിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മുറിച്ച ആൾക്കാർ തന്നെ പറഞ്ഞു, ഇടയിൽ ഒരു 5-10 മരം നിർത്താനൊക്കെ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ എനിക്കതൊരു താല്പര്യമില്ലാത്ത കേസായതുകൊണ്ട് റബ്ബറാണോ റബ്ബർ മാത്രം, അല്ലാത്ത മരങ്ങളാണോ അല്ലാത്തത് മാത്രം, ആ ഒരു തേറി കാരണത്താലും കംപ്ലീറ്റ് മുറിച്ച് മാറ്റിയതാണ്. ഒറ്റ മരം നിർത്തിയാൽ തൈ നന്നാവില്ല, അത് നന്നാവില്ല, രണ്ടും നന്നാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൃഷി എന്താണോ അത് ഏറ്റവും ഭംഗിയായിട്ട് വന്നം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ സൈഡൊക്കെ 1-2 മരങ്ങൾ നിന്നെന്ന് പറഞ്ഞാൽ പുറം സൈഡിൽ നിന്നുള്ള ചോലകൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു കറതീർന്ന കർഷകനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയപ്പോൾ കർഷകനെ തന്നെ വിളിക്കാം. അപ്പോൾ നമ്മുടെ കർഷകനൊരു കൺഗ്രാലേഷൻസ്, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.